ഇന്ന് മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന നടിമാരിൽ ഒരാളാണ് അനശ്വര രാജൻ. ഇപ്പോഴിതാ നടിക്കെതിരെ ആദ്യമായിട്ട് ഒരു സംവിധായകൻ രംഗത്ത് വന്നിരിക്കുകയാണ്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചലർ സിനിമയുടെ സംവിധായകനായിട്ടുള്ള ദീപു കരുണാകരനാണ് അനശ്വരയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. സംവിധായകൻ പറയുന്നത് ഇങ്ങനെയാണ്: അനശ്വരയുടെ നിസ്സഹകരണം തൻ്റെ സിനിമയുടെ റീച്ചിനെ ബാധിച്ചെന്ന് പറയുന്നു. താൻ കാല് പിടിച്ച് പറഞ്ഞിട്ടും അവർ സഹകരിച്ചില്ല. അനശ്വര നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നാണ് ഇപ്പോൾ സംവിധായകൻ പറയുന്നത്. അസോസിയേഷൻ വഴി മൂവ് ചെയ്യണമെന്നും നഷ്ടപരിഹാരം തരണമെന്നും വാങ്ങിയ പ്രതിഫലത്തിൽ ഒരു വിഹിതം തരാൻ തയ്യാറാകണമെന്നുമാണ് സംവിധായകൻ പറയുന്നത്. ഏതെങ്കിലും ഒരു കാരണം കൊണ്ടാണ് സിനിമ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കാമെന്നും ഇത് അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ച് കാരണമില്ലാതെയാണ് പ്രൊമോഷന് വരില്ലെന്ന് പറയുമ്പോൾ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്നാണ് സംവിധായകൻ ചോദിക്കുന്നത്. പൈസ കൊടുക്കാത്തത് കൊണ്ട് ചെയ്യാത്തതിലാണെങ്കിൽ കുഴപ്പമില്ല എന്നും കൃത്യമായി എണ്ണി പറഞ്ഞ് ചോദിച്ച് വാങ്ങിച്ചിട്ടാണ് പലപ്പോഴും ഷൂട്ടിന് വന്നതെന്നും എൻ്റെ കയ്യിൽ മെസ്സേജുകളുണ്ടെന്നും ദീപു കരുണാകരൻ തുറന്നു പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസിനോടാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ദീപു പറയുന്നുണ്ട്. അനശ്വരയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം. അവർ മാത്രമാണ് ഈ സിനിമയിലെ ഏറ്റവും കൂടുതൽ ഉള്ളതെന്നും അപ്പോൾ അവരില്ലാത്ത പ്രൊമോഷൻ ചെയ്തിട്ട് എന്ത് കാര്യമാണെന്നും ദീപു ചോദിക്കുന്നുണ്ട്. ഈ വാർത്തയ്ക്ക് ശേഷം അനശ്വരയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത്. മാത്രമല്ല നിരവധി നെഗറ്റീവ് കമൻറ്റുകളും വരുന്നുണ്ട്.